ദേ ഈ ഒരു ഫോട്ടോ കണ്ടോ? ഇത് ആരുടെ ഓർഡർ ഉണ്ടായിട്ട് വരച്ച ഫോട്ടോ ഒന്നല്ലേ. സോഷ്യൽ മീഡിയ കൂടെ നിരന്തരമായിട്ട് ഞാനൊരു ഫോട്ടോ മാത്രമേ വരയ്ക്കുന്നുള്ളൂ എന്നുള്ള പല വിവാദത്തിലുള്ള രീതിയിൽ സംസാരിക്കൽ തുടങ്ങി. പക്ഷേ യഥാർത്ഥത്തിൽ ഞാൻ ഇതിന് മുമ്പേയും വേറെ തരത്തിലുള്ള ഫോട്ടോസ് എന്ന് വെച്ചാൽ കണ്ണൻ്റെ ഉണ്ണിക്കണ്ണന്മാരുടെ വേറെ രൂപവും ഭാവവും ഒക്കെ ഞാൻ വരച്ച് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്നും സോഷ്യൽ മീഡിയ കണ്ടില്ല. കണ്ടത് മുഴുവനവും ഞാൻ വരച്ച ഒരൊറ്റ എൻ്റെ സിഗ്നേച്ചർ ഐറ്റം മാത്രമാണ്. അങ്ങനെ ഇരിക്കെ ഞാൻ വിചാരിച്ചു ഞാൻ മറ്റൊന്നും വരച്ച് കാണിച്ചു കൊടുക്കാം എന്നുള്ള രീതിയിൽ വരച്ചൊരു ഫോട്ടോ ആണ് ഇത്. എനിക്ക് ആരും ഓർഡർ തന്നതൊന്നുമല്ല. അങ്ങനെ ഇതെനിക്ക് എൻ്റെ വീട്ടിൽ സൂക്ഷിക്കുന്നതിനൊരു പരിധിയുണ്ട്. അത് പരിധിയുണ്ട് എന്ന് പറയാൻ കാരണം മറ്റൊന്നാണ്. എന്താ വെച്ചാൽ കണ്ണനാണ്, ദൈവമാണ്, അതിന് അതിൻ്റെതായ പവിത്രതയോടുകൂടെ അത് കൊണ്ടുകൊണ്ട് നടക്കണം. എൻ്റെ വീട് എന്ന് വെച്ചാൽ പിള്ളേരൊക്കെ ഉള്ള വീടാണ്, പൊടിപടലങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള വീടാണ്. അങ്ങനെ കണ്ണന് സ്പേസ് കൊടുക്കാൻ എൻ്റെ വീട്ടിൽ സ്ഥലമില്ലാത്തത് കൊണ്ടാട്ടോ, അല്ലാതെ കണ്ണനോട് വിരോധം ഉണ്ടായിട്ടൊന്നുമല്ലേ. അപ്പം ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടു, ഇങ്ങനെ ഞാനൊരു ഫോട്ടോ വരച്ചിട്ടുണ്ട്, ഇങ്ങനെ വിവാദം വന്നതുകൊണ്ട് വരച്ചതാണ്, ഇത് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാനൊരു പോസ്റ്റ് ഇട്ടു. പോസ്റ്റ് ഇട്ടതെന്ന് വെച്ചാൽ ഇന്നലെയാണ്, ആഗസ്റ്റ് 28-ാം തീയതിയാണ്. ആഗസ്റ്റ് 29-ാം തീയതി വൈകുന്നേരം ആയപ്പോഴേക്കും നിത്യ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചേച്ചി എനിക്ക് മെസ്സേജ് ചെയ്തു, എനിക്ക് വേണം ആ ഫോട്ടോ, ഞാൻ ഒരുപാട് കാലമായി ഇങ്ങനത്തെ ഒരു ഫോട്ടോ നോക്കി നടക്കുന്നത്, കണ്ടപ്പോഴേക്കും മനസ്സിന് ഭയങ്കര കുളിർമ തോന്നി എന്ന് പറഞ്ഞു. കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഒരു പ്രതീക്ഷയില്ലാതെ വരച്ചൊരു ഫോട്ടോ ആണ്. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു ചിന്താഗതി എന്ന് വെച്ചാൽ ഞാൻ മാറ്റി വരച്ചാൽ ആരും മേടിക്കില്ല എന്നുള്ളൊരു ചിന്താഗതി കൂടി എനിക്കുണ്ടായിരുന്നു. അങ്ങനെ വരാൻ കാരണം എന്താ വെച്ചാൽ ഞാൻ ആദ്യ കാലഘട്ടങ്ങളിൽ വേറെ ഫോട്ടോസ് വരച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എല്ലാവരും പറയും വേണ്ട എനിക്ക് വെണ്ണക്കണ്ണം മതി എന്ന് പറയുമായിരുന്നു. അങ്ങനെ ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തതിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്, ഇതിനു മുമ്പ് ഞാൻ കുറേ ഫോട്ടോസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ ടെറസിൻ്റെ മുകളിൽ വെച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അന്നത്തെ കാലത്തൊക്കെ ഇത് അമ്പലത്തിൽ കൊണ്ട് കൊടുത്താൽ മതി എന്നുള്ള ഒരു ചിന്തയൊന്നും എനിക്കില്ല. ഞാൻ ആകെ പോകുന്ന ഒരു അമ്പലം എന്ന് പറയുന്നത് നമ്മുടെ ഗുരുവായൂർ അമ്പലമായിരുന്നു. അതെന്ന് വെച്ചാൽ വർഷത്തിൽ 2 പ്രാവശ്യം കേട്ടോ ഗുരുവായൂർ അമ്പലത്തിൽ പോവുക, ശ്രീകൃഷ്ണ ജയന്തിക്കും വിഷുവിനും. അപ്പോൾ അവിടെ പോകുമ്പോൾ നമ്മൾ മൂലയിൽ കിടക്കുന്ന ഫോട്ടോ കൊടുക്കാതെ എന്നെക്കൊണ്ട് എത്രത്തോളം നന്നാക്കാൻ പറ്റുമോ, എത്രത്തോളം ഭംഗിയാക്കാൻ പറ്റുമോ, എത്രത്തോളം വലുതാക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിലാണ് ഞാൻ അന്ന് ശ്രമിച്ചുകൊണ്ടിരുന്നത്. അന്ന് ഈ ഒരു കാര്യം തന്നെ വിട്ടുപോവുകയായിരുന്നു. അങ്ങനെയാണ് ആ ഫോട്ടോസൊക്കെ അവിടെ കിടന്നു പോയത്. പിന്നെയെന്ന് വെച്ചാൽ നമുക്ക് പിന്നെയുള്ളൊരു ഓപ്ഷൻ എന്ന് വെച്ചാൽ ഗിഫ്റ്റായിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് പൊട്ടുന്ന ഗ്ലാസ്, അന്നൊക്കെ ഗ്ലാസിൻ്റെ മുകളിലാണ് വരയ്ക്കൽ. ഇത് ഫൈബർ ഷീറ്റാട്ടോ. ഗ്ലാസിൻ്റെ മുകളിൽ വരയ്ക്കുന്ന സമയത്ത് നമുക്ക് കൊറിയർ ചെയ്യാനും കാര്യങ്ങളൊന്നും പറ്റിയില്ല. അങ്ങനെയാണ് അതൊക്കെ മൂലയിലായിപ്പോയത്. അപ്പോൾ എനിക്ക് വലിയ ടെൻഷൻ ഉണ്ടായിരുന്നു, ഈ ഫോട്ടോ എന്താക്കും, എങ്ങനെയാണ് ഇനി ആരും വന്നിട്ടില്ല വെച്ചാൽ ഞാനിത് കണ്ണന് തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക എന്ന് വിചാരിച്ച് നിന്നതാണ്. അങ്ങനെയാണ് നിത്യ ചേച്ചി വരുന്നത്. എനിക്കെന്ന് വെച്ചാൽ ഈ പുതിയ ഫോട്ടോസൊക്കെ വരയ്ക്കുന്ന സമയത്ത് നല്ല സ്പേസ് വേണം. ഈ ഒരു ഫോട്ടോ അതാണ് അത്ര വലുതായിപ്പോയത്. ഈ ചെറിയ ഫോട്ടോ ഈ വരയ്ക്കുന്ന ആൾക്കാർക്കൊക്കെ അറിയാം, സ്പേസ് കുറവാണെങ്കിൽ നമുക്ക് വരയ്ക്കാൻ ഭയങ്കര ഹാർഡായിട്ട് തോന്നും. നേരെ മറിച്ച് നമുക്ക് നല്ല സ്പേസ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് വരയ്ക്കുന്ന രീതിയിൽ നമുക്ക് തന്നെ സ്വയം തോന്നുന്നത്, ഇനി എനിക്ക് മാത്രം തോന്നുന്നതാണോ എന്നുള്ളതും എനിക്ക് അറിഞ്ഞുകൂടാട്ടോ. അപ്പോൾ എനിക്ക് സ്പേസ് വേണം. ഞാൻ സത്യം പറയാച്ചാൽ വെണ്ണക്കണ്ണന് 2013-14 സമയത്ത് സ്റ്റാർട്ട് ചെയ്തത് ഈ ഒരു വലുപ്പത്തിലാട്ടോ. ആ ഒരു കാലഘട്ടങ്ങളിൽ ഞാൻ ആ ഒരു ഫോട്ടോ കൊടുത്തത് 2000 രൂപക്കാണ്. അന്ന് ഗ്ലാസിൻ്റെ മുകളിലൂടെയാണ്, ഫ്രെയിമിനൊക്കെ മാറ്റമുണ്ട് കേട്ടോ. അപ്പോൾ അന്നത്തെ കാലത്ത് 2000 രൂപക്ക് കൊടുത്ത് പിന്നെന്ന് വെച്ചാൽ ഈ മെറ്റീരിയൽസിനൊക്കെ റേറ്റ് കൂട്ടൽ തുടങ്ങി. അപ്പോൾ എനിക്ക് കണ്ണന് റേറ്റ് കൂട്ടാനുള്ള ഒരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്താക്കി, കണ്ണന് വലിപ്പം കുറച്ച് തുടങ്ങി. ആദ്യം വലുതായിരുന്നു, പിന്നെ അതിൻ്റെ ചെറുതാക്കി. ഇപ്പം നിലവിൽ ഈ പറഞ്ഞത് 1 അടി വീതിയും 1.25 അടി നീളവും ഉള്ള രീതിയിലേക്ക് ആക്കി മാറ്റുകയായിരുന്നു. അതെന്ന് വെച്ചാൽ മെറ്റീരിയൽ കോസ്റ്റ് കൂടുന്നതിനനുസരിച്ച് ഞാൻ കണ്ണനെ ചെറുതാക്കി കൊണ്ടുവന്നിട്ടാണ് ഇത്ര വലുപ്പാക്കിയത്. പിന്നെ അതിൻ്റെ ഒരു ചെറുത് A5 മോഡൽ ഞാനൊന്ന് വരച്ചിട്ടുണ്ട്. പക്ഷെ അതെന്ന് വെച്ചാൽ കണ്ണൻ്റെ ഫേസ് ക്ലിയർ അല്ല എന്ന് വെച്ചാൽ ഒരു ചൈതന്യമല്ല. നമ്മൾ ദൈവത്തിന് മറ്റൊരാൾക്ക് കൈമാറുമ്പോൾ അതിൻ്റെതായ ചൈതന്യത്തിൽ വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും ഈ ഒരു ഫോട്ടോ ഞാൻ വരച്ച് നേരത്തോട് നേരായപ്പോഴേക്കും ഈ ഫോട്ടോക്ക് ഒരാൾ തേടി വന്നപ്പോൾ ഭയങ്കര സന്തോഷം. ഞാൻ പറഞ്ഞില്ലേ കണ്ണന് ഭയങ്കര ആളാണെന്ന് എപ്പോഴും ഞാൻ പറയാറില്ലേ. കണ്ണൻ്റെ ഭക്തന്മാർക്ക് അറിയാലോ, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ ആ ഒരു അനുഭവം വീണ്ടും എനിക്ക് വന്നു.
അത് നിങ്ങളിലേക്ക് കൂടി ഒന്ന് പങ്കുചേരണം എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടത്.